ഉപവാസത്തിൻ്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. Available, affordable, accessible. Bismillah, alhamdulillah, wassalatu wassalamu ala sayyidina rasulillah wa ba'd. Assalamu alaikum warahmatullahi. ബഹുമാനികളെ, ബഹ്റൈനിലെ റമദാൻ്റെ 9ാമത്തെ ദിവസം, ഏഷ്യ ബഹ്റൈൻ്റെ ദൗത്യത്തിൻ്റെയും 9ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ജാതിമത ഭേദമന്യേ അവനിലുണ്ടായിരിക്കേണ്ട ചില ടിപ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്നത്തെ വിഷയം പ്രവാചകൻ പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ മനുഷ്യൻ്റെ അധപ്പതനത്തിന് കാരണമാവും. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 3ാമത്തെ കാര്യം പറഞ്ഞത് ശുഹും മുതാ എന്ന് പറഞ്ഞാൽ അതൊരു തരം സ്വഭാവമാണ്, പിശുക്കത്തരമല്ല. പിശുക്കത്തരം ഒരുപക്ഷെ സാധാരണ ഒരു മനുഷ്യന് അനുവദനീയമാണ്. ഒരുത്തൻ അതിന് മാലമനിക്കത്തസദ, ഓരോരുത്തരും അവനവൻ്റെ വരുമാനത്തെ ഒരു ടൈം ടേബിൾ നമ്മുടെ ഭാഷയിലിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ പലപ്പോഴും അവനിക്ക് ചില സ്ഥലങ്ങളിൽ പിശുക്കത്തരം പോലുള്ളത് കാണിക്കേണ്ടി വരും. എന്നാൽ പിശുക്കത്തരത്തിൻ്റെ ഡെഫിനിഷൻ അവൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതിനെ ഉണ്ടായിരുന്നിട്ടും ചെയ്യാത്തവനെയാണ് പിശുക്കത്തരമെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. എന്നാലും ഒരുത്തൻ അവനവൻ്റെ വരുമാനമനുസരിച്ച് അവൻ്റെ സമ്പാദ്യത്തെ ടൈം ടേബിൾ ചെയ്യുമ്പോൾ ഒരു ചില രീതിയിലുള്ള ലുബ്ധതകൾ, മൈസേളിനെസ് മറ്റുള്ളവർക്ക് തോന്നും. അത് അനുവദനീയമാണ്. എന്നാൽ ശുഹെന്ന് പറയുന്നതല്ല, അടിമപ്പെട്ടു പോയ പിശുക്കത്തരം. മറ്റുള്ളവൻ്റെ കാശ് എന്നിലേക്ക് വരണം, എൻ്റെ കാശ് ഒരു കാരണവശാലും മറ്റവരിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു സ്വഭാവം. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ പിശുക്കത്തരം അനുവദനീയമല്ല. ഉദാഹരണത്തിന്, നമ്മളൊരു വീട് വെക്കുന്നു, കഴിയുന്നത്ര നല്ല സാധനങ്ങൾ ഉപയോഗിക്കണം. അവിടെ വില കുറവ് നോക്കുന്ന കാര്യം വന്നാൽ അത് നമുക്ക് നാശം തന്നെയായിരിക്കും. മരുന്ന് വാങ്ങിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് മരുന്നും ഒറിജിനൽ മരുന്നും കിട്ടിയെന്ന് വരും. അപ്പോൾ ഈ വക സന്ദർഭങ്ങളിൽ മനുഷ്യന് പിശുക്കത്തരം ഒരു പരിധിവരെ അനുവദനീയമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? പ്രവാചകൻ പറയുകയുണ്ടായി, യാമല്ലി ദുന്യാക്ക കന്നക്കത്ത ഐഷാബദൻ. നീ ഒരു വീടാണ് വെക്കുന്നത്, നീ ഒരു കാറാണ് വെക്കുന്നത്, കഴിയുന്നത്ര അവിടെ പിശുക്കാതെ നിൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി വാങ്ങിക്കണം. കാരണമെന്ത്? അത് നിനക്ക് പ്രയോജനം ചെയ്യും, നിൻ്റെ മക്കൾ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നമ്മളിൽ പിശുക്കത്തരം ഒരു പരിധിവരെ അനുവദനീയമാണ്. എന്നാൽ എല്ലാത്തിലും പിശുക്കത്തരം കാണിക്കോ, നമ്മുടെ പ്രയോജനത്തിന് തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതും ചീപ്പായിട്ടുള്ള ഐറ്റം നോക്കും, വില കുറഞ്ഞുള്ള ഐറ്റം നോക്കും. ഈ സ്വഭാവം പലപ്പോഴും നമുക്കത് പ്രയാസമായിരിക്കും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ശുഹും മുതാ, അടിമപ്പെട്ടുപോയ പിശുക്കത്തരം സൂക്ഷിക്കുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖിനെ തരുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.